ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇൻവിസിബിൾ മാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലോക്കറ്റുകൾ ചെയ്തിട്ടുണ്ട്. താമരയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് നമ്മളിന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 4 താമരയുടെ ലോക്കറ്റും ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനകത്ത് ഒരെണ്ണം ഞാൻ ഓറഞ്ചും പച്ച ഷെയ്ഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇതാണല്ലോ ട്രെൻഡിങ്. ഇൻവിസിബിൾ മാല അത്യാവശ്യം നല്ല ട്രെൻഡിങ്ങിൽ പോകുന്ന സമയമാണ്. ഓൺലൈനിലൊക്കെ അത്യാവശ്യം നല്ല റേറ്റുമാണ് ഇതിന്. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ നമുക്ക് കാണാം. അപ്പം നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. ഇത് ഗ്ലാസ് ഷീറ്റാണ്. A4 സൈസിലാണ് നമുക്കിത് കിട്ടുന്നത്. ഇതിൻ്റെ 2 എണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് ചവണയാണ്, കത്രിക. പിന്നീട് നമുക്ക് 2 ടൈപ്പിലുള്ള കുന്തൻസാണ് അത്യാവശ്യമായിട്ടുള്ളത്. ഗ്രീൻ കുന്തനും ചന്ദ്രക്കലയുടേത് ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. റോസ് കളറിലുള്ള കുന്തനാണ്, ഓവൽ ഷേപ്പിലുള്ളത്. പിന്നെ ഐപ്പിൻ, പുറകിൽ നമ്മൾ ഒട്ടിക്കുന്ന പേപ്പറാണിത്. ലോക്കറ്റ് മേക്ക് ചെയ്തതിന് ശേഷം ഐപ്പിൻ വെച്ചിട്ട് പുറകിൽ നമ്മൾ ഈ പേപ്പർ ഒട്ടിച്ച് ഫിനിഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗ്ലൂ ഞാൻ എടുത്തിരിക്കുന്നത് B7000 ആണ്. ഇത് കത്രികയാണ്. ഈ കത്രിക വെച്ച് നമുക്ക് ഷാർപ്പായിട്ട് ഇത് എഡ്ജൊക്കെ വെട്ടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ള ഗ്രീൻ കുന്തൻ. ചന്ദ്രക്കലയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. നമുക്കിതിൻ്റെ റോസ് കളറിലുള്ള കുന്തൻസും ഉപയോഗിക്കാവുന്നതാണ്. നടുക്ക് നമുക്ക് ഓവൽ ഷേപ്പിലുള്ള റോസിന് പകരം ഗ്രീനും, ഗ്രീൻ ചന്ദ്രക്കലയ്ക്ക് പകരം നമുക്ക് റോസും കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ഷെയ്ഡ് മാത്രമാണ് വാങ്ങിയിട്ടുള്ളത്. നല്ല ട്രെൻഡിങ്ങിൽ പോകുന്ന മാലയാണിത്. ഞാൻ മീഷോയിൽ നോക്കിയപ്പോൾ തന്നെ 100-ന് പുറത്ത് റേറ്റാണ് ഇതിന് കാണിച്ചിട്ടുള്ളത്. പിന്നെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ നോക്കിയപ്പോൾ 200-നും 250-നും ഒക്കെ ഈ ഇൻവിസിബിൾ മാല നമ്മൾ ഓൺലൈനിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഇത് മേക്ക് ചെയ്തെടുക്കാം എന്നുള്ള വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിനുവേണ്ടി ഗ്ലാസ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതാണ് ഗ്ലാസ് ഷീറ്റ്. അതിൻ്റെ മുകളിൽ നമ്മൾ ഗ്ലൂ തേച്ചിട്ട് ഇത് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. താമരയുടെ ഷേപ്പിൽ തന്നെ നമ്മളത് ഒട്ടിച്ച് കൊടുക്കണം. ഈ പേപ്പറിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇത് നമ്മൾ ലോക്കറ്റ് നമ്മൾ തന്നെ മേക്ക് ചെയ്യുന്നത് കൊണ്ട് ഐപ്പിൻ വെച്ചതിന് ശേഷം നമ്മൾ വയ്ക്കുന്നത് ഹോളിന് വേണ്ടിയിട്ടാണ്. മാലയിൽ ഹോള് നമ്മൾ ഇടുന്നില്ലല്ലോ. അപ്പോൾ അതിന് പകരമാണ് നമ്മൾ ഈ ഐപ്പിൻ വെച്ച് പുറകിൽ ഒട്ടിച്ച് കൊടുക്കും ലോക്കറ്റ് ഉണ്ടാക്കിയതിന് ശേഷം. എന്നിട്ട് ഈ പേപ്പർ പുറകിൽ ഫിനിഷ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലോക്കറ്റ് നല്ല പെർഫെക്ഷനിൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നടുക്ക് നമ്മളൊരു ഗോൾഡൻ ബീഡും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മേക്കിംഗ് വീഡിയോയിലോട്ട് പോവാം. ഇതാണ് ഗ്ലാസ് ഷീറ്റ്. ഈ ഗ്ലാസ് ഷീറ്റിൽ ഞാൻ കുറച്ച് ഗ്ലൂ തേക്കുന്നുണ്ട്. എൻ്റെ കയ്യിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഗ്ലാസ് ഷീറ്റ് മനസ്സിലാവുന്നുണ്ടാവില്ല. ഇപ്പോൾ കുറച്ച് അടുത്ത് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് കാണുന്നില്ലേ? അപ്പോൾ ഇതാണ് ഗ്ലാസ് ഷീറ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ ഗ്ലൂ തേച്ചിട്ട് നടുക്ക് വയ്ക്കേണ്ട കുന്തൻ ഇതാണ്. അപ്പം ഇത് നമ്മൾ റോസ് കളറിൽ ഉള്ള കുന്തനാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അപ്പുറം നമ്മൾ 2 വശത്തായിട്ട് ഗ്രീൻ കുന്തനും കൊടുത്തിട്ട് താഴെയും കൂടി 2 കുന്തൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് താമര ഫിനിഷ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു താമര ചെയ്യുന്നത്. ഇതിന് മുകളിൽ 2 ചന്ദ്രക്കല കൂടിയൊക്കെ ചെയ്താൽ കുറച്ചുകൂടി ഇതളുള്ള ടൈപ്പ് താമരയായിട്ട് കിട്ടും. പിന്നെ നമുക്കിതിൻ്റെ നടുക്ക് നമ്മളൊരു ഗോൾഡൻ കളർ ബീഡ് നമ്മൾ ആഡ് ചെയ്ത് അതൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലോണം വെട്ടിയെടുക്കണം. നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷമേ നമ്മളത് വെട്ടിയെടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെട്ടിയിട്ട് ഐപ്പിന്നൊക്കെ ചെയ്തിട്ട് നമ്മളിങ്ങനെയാണ് നമുക്ക് ഫൈനൽ ലുക്ക് ഇതിൻ്റെ കിട്ടുന്നത്. ഇത് ഞാൻ വെറുതെ ചെയ്ത് നോക്കിയതാണ്. പിന്നെ ഇത് ടുലിപ്പാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.